ഇനിയുള്ളത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തു നിന്നും വിജയിച്ചെത്തിയ കുഞ്ഞാലിക്കുട്ടി IT വ്യവസായ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി. ഭരണപക്ഷ നിരയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ രണ്ടാമതായി പി കെ കുഞ്ഞാലിക്കുട്ടി ഇരിക്കുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി സത്യപ്രതിജ്ഞ ചെയ്യാനെത്തുകയാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച വേങ്ങര മണ്ഡലത്തിൽ നിന്നും മാറി ഇത്തവണ മലപ്പുറത്തേക്ക് എത്തി മത്സരിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി അവിടെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെ വലിയ വിജയം നേടി സഭയിലേക്ക് എത്തിയ പി കെ കുഞ്ഞാലിക്കുട്ടി സത്യപ്രതിജ്ഞ ചെയ്യും. പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. 16ാം കേരള നിയമസഭയിലെ തന്നെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളായ പി കെ കുഞ്ഞാലിക്കുട്ടി മന്ത്രിമാരുടെ പട്ടിക പരിശോധിച്ചാൽ ഏറ്റവും സീനിയറായ മന്ത്രി ആയ പി കെ കുഞ്ഞാലിക്കുട്ടി IT വ്യവസായ വകുപ്പിൻ്റെ ചുമതലയുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മടങ്ങുകയാണ്. ഇനിയുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങും സഭയെ സംബന്ധിച്ച് വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. നേരത്തെ ടി കെ ഗോവിന്ദൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ കുഞ്ഞികൃഷ്ണ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുകയാണ്. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ വലിയ വിജയമാണ് നേടിയത്. ഇടതുപക്ഷത്തു നിന്നും UDF ക്യാമ്പിലേക്ക് എത്തി. നേരത്തെ കണ്ടതിന് സമാനമായ ദൃശ്യം നമ്മൾ വീണ്ടും കാണുകയാണ്. ടി കെ ഗോവിന്ദനെ പോലെ തന്നെ കുഞ്ഞികൃഷ്ണനും അവിടേക്ക് എത്തി, മുഖ്യമന്ത്രിയുടെ സമീപത്തെത്തി. അത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മടങ്ങുന്ന ദൃശ്യമാണത്. നേരത്തെ ടി കെ ഗോവിന്ദൻ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ സമീപത്തെത്തി അഭിവാദ്യം ചെയ്ത ശേഷമാണ് സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയത്. ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുന്നത് പയ്യന്നൂരിൽ നിന്നുള്ള വി കുഞ്ഞികൃഷ്ണനാണ്. വി കുഞ്ഞികൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. പയ്യന്നൂരിൽ അട്ടിമറി വിജയം നേടി സഭയിലേക്ക് എത്തിയ കുഞ്ഞികൃഷ്ണൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. കുഞ്ഞികൃഷ്ണൻ്റെ വിജയത്തിന് തിളക്കം ഏറെയാണ്. കഴിഞ്ഞ തവണ ഇടതുപക്ഷം ഏകദേശം 1.5 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന ഒരു മണ്ഡലത്തിൽ വലിയ അട്ടിമറി നടത്തിയാണ് കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ സഭയിലേക്ക് എത്തുന്നത്. പാർട്ടിയോട് പോരടിച്ച് പാർട്ടിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോയി ഇടതുപക്ഷ ക്യാമ്പിൽ നിന്നും UDF ക്യാമ്പിലേക്ക് എത്തി. UDFൻ്റെ പിന്തുണയോടുകൂടി പയ്യന്നൂരിൽ നിന്നും സഭയിലേക്ക് എത്തുന്ന വി കുഞ്ഞികൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഈ സഭയിൽ ഇതുപോലെയുള്ള വ്യത്യസ്തതകൾ, കൗതുകങ്ങൾ ഒരുപാടുണ്ട്. ടി കെ ഗോവിന്ദനുണ്ട്, അതോടൊപ്പം തന്നെ കുഞ്ഞികൃഷ്ണനുണ്ട്, G സുധാകരനുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ഇടത് ക്യാമ്പിലുണ്ടായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ പോരാളികളായിരുന്നവർ ഇപ്പോൾ UDFൻ്റെ പക്ഷത്തു നിന്നും വിജയിച്ച MLA ആയവർ നേരത്തെ പറഞ്ഞതിന് സമാനമായ ദൃശ്യം വീണ്ടും ആവർത്തിക്കുന്നു. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന് സമീപത്തേക്ക് എത്തി അഭിസംബോധന ചെയ്ത ശേഷമാണ് ഇപ്പോൾ ഡയസിലേക്ക് എത്തി പ്രോട്ടേം സ്പീക്കറായ G സുധാകരൻ്റെ സമീപത്തേക്ക് ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ പോകുന്നത്. പിണറായി വിജയൻ ഇപ്പോൾ സീറ്റിൽ നിന്നും എണീറ്റിട്ടുണ്ട്. ഒരുപക്ഷെ പുറത്തേക്ക് ഇറങ്ങിയതാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്താനുള്ളത് CR മഹേഷാണ്, M ലിജു ആണ്.